ഇന്ത്യയുടെ മാസ് നീക്കം, അതുല്യമായ നയതന്ത്ര വിജയം, അത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് എണ്ണ ഇല്ല, കരുതൽ ശേഖരമില്ല, LPG പാചകവാതകങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട്, പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ കിടന്ന് കുരയ്ക്കുന്നവർക്ക് ഇതാ മറുപടി വരികയാണ്. അതായത് ഇന്ത്യയുടെ നീക്കം എന്ന് പറയുന്നത് അഭൂതപൂർവമായ ഒരു നീക്കമായിരുന്നു. ഇന്ത്യ കൃത്യമായി നിലപാടെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ 28 എണ്ണ കപ്പലുകൾ നിരയായി ഹോർമൂസ് കടലിടുക്കിലൂടെ ഇങ്ങനെ ഒഴുകി വരികയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ പതാകകൾ വഹിച്ച് 2 LPG വാഹിനികൾ ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത് ഇന്ത്യയുടെ അതുല്യമായ നയതന്ത്ര വിജയം. അതായത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നത് മോദി ഞങ്ങളുടെ സ്വന്തമാണ് എന്നാണ്. ഇന്ത്യക്ക് വേണ്ടി എന്ത് നിലപാടും തിരുത്താൻ, അല്ലെങ്കിൽ എന്ത് പ്രഖ്യാപനങ്ങൾ നടത്താനും, എന്ത് കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. കാരണം ഇന്ത്യയും ഞങ്ങളും തമ്മിൽ അത്ര നല്ല സുഹൃത്താണ്. ഇന്ത്യക്കും ഞങ്ങൾക്കും പൊതുവായ പല കാര്യങ്ങളിലും താല്പര്യമുണ്ട്. ഞങ്ങളുടെ അടുത്ത സുഹൃത്തിനോടൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് വളരെ താല്പര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ നമ്മുടെ 28 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ വരാനായി ഇറാൻ സമ്മതിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചിയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറും തമ്മിൽ നടത്തിയ കൃത്യമായ ഇടപെടൽ അത് തന്നെയാണ് ഇന്ത്യക്ക് ഈ വിജയം സമ്മാനിച്ചിരിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക രാജ്യങ്ങളിൽ പോകുമ്പോൾ കിട്ടുന്ന സ്വീകരണം, നരേന്ദ്രമോദി ആളുകൾ സ്വീകരിക്കുന്നത്, നരേന്ദ്രമോദിയുടെ നിലപാടുകളിലൂടെ ആളുകളുടെ കയ്യടി, ഇതിൽ നിന്നൊക്കെ ഇന്ത്യ അവർക്കൊക്കെ എത്ര പ്രിയപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ 28 എണ്ണക്കപ്പലുകൾ ഇന്ത്യയിലേക്ക് വരാനുള്ള അനുമതി ഇറാൻ നൽകുകയാണ്. എണ്ണയുടെ 50% നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അതുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ഇടുങ്ങിയ കടലിടുക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അത് സംബന്ധിച്ച് ഇത്തരത്തിൽ എണ്ണക്കപ്പലുകളോ പാചകവാതക കപ്പലുകളോ ഒക്കെ അവിടെ കിടന്നു പോയാൽ ഇന്ത്യയിൽ പ്രതിസന്ധി ഉണ്ടാവും, സ്വാഭാവികമായും വരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യ ആ നയതന്ത്ര ബന്ധം കൃത്യമായി സൂക്ഷിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാട് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല ഇന്ത്യ ഇറാനോട് പറയുന്നത് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണം, അവർക്കൊരു പോറൽ പോലും അവിടെ ഏൽക്കാൻ പാടില്ല. മറ്റൊന്ന്, ഊർജ ചരക്ക് തടസ്സമില്ലാത്ത ഒഴുക്കിന്റെയും പ്രാധാന്യവും ആവശ്യകതയും കുറിച്ച് ഇന്ത്യ ഇറാനോട് കൃത്യമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നു. ആദ്യം LPG വഹിച്ചുകൊണ്ടുള്ള ശിവാലിക് എന്ന് പേരുള്ള ഒരു കപ്പലാണ് വന്നത്. അത് നാവികസേനയുടെ അകമ്പടിയോടെയാണ് ആ കപ്പൽ എത്തിയത്. മാത്രമല്ല 4000 മെട്രിക് ടൺ LPGയുമായി മറ്റൊരു കപ്പൽ ഹോർമൂസ് കടൽ കടന്ന് വന്നു. അതിന് നാവികസേനയാണ് പിന്നെ അകമ്പടി സേവിച്ചത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ LPG ക്ഷാമം, അതിന്റെ പ്രതിസന്ധിയൊക്കെ പരിഹരിക്കാനായി വലിയൊരു മുന്നേറ്റവും നീക്കവുമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇറാൻ അതിനെ വളരെ സ്വീകാര്യമായാണ് നമുക്കതിൽ കൃത്യമായ നമ്മുടെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നിലപാട് അറിയിച്ചപ്പോൾ അതിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചെന്നുള്ളതാണ്. ഇപ്പോൾ ഈ കപ്പൽ വരാതിരുന്നാൽ, അല്ലെങ്കിൽ ഈ കപ്പലിന് അനുമതി, ഹോർമൂസ് കടലിടുക്കിലൂടെ വരാനുള്ള അനുമതി ഇറാൻ കൊടുക്കാതിരുന്നാൽ നമുക്ക് സ്വാഭാവികമായും ആഗോള ഊർജ പ്രതിസന്ധി ഉണ്ടാകും, വില വർധനവുണ്ടാകും, കിട്ടാനുള്ള ക്ഷാമം ഉണ്ടാകും, അങ്ങനെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. അതില്ലാതാകാൻ ഇപ്പൊ 74 ദിവസത്തേക്കുള്ള കരുതൽ ശേഖരമൊക്കെ ഇന്ത്യക്കുണ്ട് എങ്കിൽ പോലും യുദ്ധം എത്ര നാൾ നീളുമെന്നോ, അമേരിക്ക എന്നിതിൽ നിന്ന് പിന്മാറുമെന്നോ, അല്ലെങ്കിൽ ഇറാൻ എന്നതിൽ നിന്ന് പിന്മാറുമെന്നോ, ഇസ്രായേലിന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയാൽ ഇസ്രായേൽ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ യുദ്ധം നീണ്ടു പോകുന്നിടത്തോളം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. മാത്രമല്ല 9000 ഇന്ത്യൻ പൗരന്മാരാണ് ഇറാനിലുള്ളത്. അപ്പോ ഈ നമ്മുടെ വിദേശകാര്യ മന്ത്രിമാരും, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയും ഇറാൻ ഭരണകൂടവുമായി സംസാരിച്ചപ്പോഴൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞത്, നമ്മുടെ പൗരന്മാർക്ക് നാട്ടിലേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്ഥലത്തേക്ക് വരണമെങ്കിൽ വരാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അസർബൈജാനിലൂടെ അർമേനിയ വഴി യാത്രാ സൗകര്യം ഒരുക്കി
ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം അസർബൈജാൻ എന്ന് പറയുന്നത് എളുപ്പത്തിൽ യാത്ര ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അസർബൈജാനിലൂടെ അർമേനിയ വഴി യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഈ നമുക്കറിയാം, ഈ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുടെ, ഇസ്രായേലിന്റെയോ മറ്റ് കാനഡയുടെയോ ഒന്നും കപ്പലുകൾ വരാൻ കഴിയില്ല. തുർക്കിയുടെ തന്നെ ചില കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ വരാൻ കഴിയില്ല. ഇപ്പോ ചൈനയുടെയും ഇന്ത്യയുടെയും കപ്പലുകൾക്ക് മാത്രമേ ഹോർമൂസ് കടലിടുക്കിലൂടെ പോകാൻ കഴിയൂ. അതും ലൈബീരിയൻ പതാകയുള്ള ചൈനീസ് കപ്പലുകൾക്ക് മാത്രമേ, ചൈനീസ് ഉടമസ്ഥതയിലുള്ള കപ്പലുകൾക്ക് മാത്രമേ പോകാൻ കഴിയൂ. ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾക്ക് വരാം എന്നുള്ളതാണ് മറ്റൊരിത്. അപ്പൊ മാത്രം ബാക്കി കപ്പലുകളൊക്കെ വരുമ്പോൾ ഈ മൈൻ ആക്രമണം വളരെ ശക്തമായി ഇറാൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ മൈൻ കൊണ്ടുള്ള ബോട്ടുകളും മറ്റ് ആക്രമണങ്ങളും ഒക്കെ ഒരു പരിധിവരെ തടുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് എത്ര ശ്രമിച്ചാലും ഹോർമൂസ് കടലെടുക്ക് ഇറാന്റെ ആധിപത്യത്തിൽ തന്നെയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല എന്നുള്ളത് നിൽക്കുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തിരിച്ചടി തന്നെയാണ് അമേരിക്കയ്ക്ക്. ഇവിടെ പിന്നെ ഹോർമൂസ് കടലിടുക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് 28 കപ്പലും കിഴക്ക് ഭാഗത്ത് 4 കപ്പലുമാണ് ഉള്ളത്. ഈ കപ്പലിൽ 778 ഇന്ത്യക്കാര് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കപ്പൽ ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു നയതന്ത്ര വിജയമായി തന്നെ നമുക്കിതിനെ കാണാൻ കഴിയും. നേരത്തെ ഇറാനിലെ ഒരു കപ്പൽ IRIS ലാവൻ പടക്കപ്പൽ ഇവിടെ വന്നപ്പോൾ അതിൽ 107 പിന്നെ ജീവനക്കാരും 33 ഇറാനിയൻ ജീവനക്കാരും ഉണ്ടായിരുന്നു, ഇറാനിയൻ പൗരന്മാരും ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് അർമേനിയ വഴി നിങ്ങൾക്ക് ഇറാനിലേക്ക് പോകാനുള്ള സൗകര്യം ഇന്ത്യ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ കൊച്ചിയിലെത്തിയ കപ്പലിന്, ഇറാനിയൻ കപ്പലിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു. കാരണം അവിടെ നങ്കൂരം ഇടട്ടെ എന്ന് ഇന്ത്യയോട് ചോദിച്ചപ്പോൾ ഇന്ത്യ ഒരു മടിയും കൂടാതെ ധൈര്യമായി നിങ്ങൾ അവിടെ ഇട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൗരന്മാർക്കോ അവിടുത്തെ ജീവനക്കാർക്കോ ഒരു ബുദ്ധിമുട്ടും ഇന്ത്യ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കാരണം എപ്പോഴാണ് ഒരാളെ കൊണ്ട് ഒരു ആവശ്യം ഉണ്ടാവുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കാരെയും പിടക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇറാൻ ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട് ഇന്ത്യ അവരോടൊപ്പം നിൽക്കില്ല. ഇന്ത്യയുടെ നിലപാട് അങ്ങനെയാണ്. ഇന്ത്യ മുസ്ലിം രാജ്യങ്ങളോട് എതിർപ്പാണ്. ഇന്ത്യക്ക് GCCയിലെ എല്ലാ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് സൗഹൃദമുണ്ട് എന്ന് ഈ പൊട്ടന്മാർ മനസ്സിലാക്കുന്നില്ല. UAE പ്രസിഡന്റ് നിന്ന നിപ്പിലാണ് മോദിയെ കാണാനായി വന്നത്. UAEയുടെ അംബാസഡറാണ് പറയുന്നത് മോദിയുടെ ഒരു കോള് മതി ഈ പ്രശ്നം അവസാനിപ്പിക്കാനെന്ന്. അതുപോലെ തന്നെ ഇറാനിലെ പ്രസിഡന്റും ഭരണകൂടവും ഒക്കെ നരേന്ദ്രമോദിയോട് അത്രമാത്രം അടുത്ത് ഇടപഴകുന്നവരും അടുത്ത് നിൽക്കുന്നവരുമാണ്. അപ്പൊ ഈ ഇന്ത്യയുടെ നിലപാട് അവരൊക്കെ നിലപാടിനോട് യോജിക്കുന്നവരുമാണ്. ഇന്ത്യയുടെ നിലപാട് എന്താണ്? യുദ്ധം ആവശ്യമില്ല, പറഞ്ഞു തീർക്കേണ്ട പ്രശ്ന പരിഹാരം യുദ്ധത്തിലൂടെ അല്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. ആ നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ഉറച്ചു നിൽക്കുന്നത്. സമാധാനമാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ഇന്ത്യയുടെ നിലപാടാണ് ശരിയെന്ന് ഇറാൻ വരെ സമ്മതിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ കിടന്ന് കുരയ്ക്കുന്നവർ എന്ത് പറഞ്ഞ് അടുത്ത് കുരയ്ക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധി അടക്കം നിന്ന് കുരയ്ക്കുന്നുണ്ട്. ഇപ്പൊ കുരച്ച് വാ കഴിച്ചപ്പോൾ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ഈ അതുല്യമായ നയതന്ത്ര വിജയത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകാതിരിക്കാൻ കഴിയില്ല.